ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. റോക്കിയും ജാസ്മിനും കൂടി ഇപ്പോൾ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ച എന്നതിനേക്കാൾ ഉപരി ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ റോക്കി ചോദിച്ച മെയിൻ ചോദ്യങ്ങളിൽ ഒന്നാണ് ഗബ്രിയുമായിട്ടുള്ള നിന്റെ റിലേഷൻഷിപ്പ് അവന്റെ ലൈഫിനെ ബാധിക്കും എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? വെളിയിലുള്ളവരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിന്റെ ലൈഫിനെ അത് ബാധിക്കില്ലേ? വെളിയിൽ അവനൊരു ഗേൾ ഫ്രണ്ടും നിനക്കൊരു ബോയ് ഫ്രണ്ടും ഉണ്ടെന്ന് വിചാരിക്കുക. അവര് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കണ്ട് വിഷമിക്കില്ലേ? പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് റോക്കി ജാസ്മിന്റെ അടുത്ത് ചോദിച്ചത്. അപ്പോ ജാസ്മിൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇവിടെ നമുക്ക് ഫ്രണ്ട്സിനെയും ശത്രുക്കളെയും ബോയ് ഫ്രണ്ടിനെയും ഒക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. എനിക്ക് ആരെയും തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത്. എനിക്ക് ഗബ്രിയോട് പ്രണയമില്ല. ഗബ്രിയുടെ സ്നേഹത്തിൽ സത്യമുള്ളത് കൊണ്ട് അവൻ എപ്പോഴും എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്ട്രോങ് ആയിട്ട് ജാസ്മിൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ ഒരു സ്റ്റാൻഡ് എടുക്കാത്തതിനെയാണ് നമ്മളൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാള്. ഇതിപ്പോ ജാസ്മിനോട് ചോദിച്ച് ആ ഒരു സ്റ്റാൻഡ് പുറത്തെത്തിച്ച് റോക്കി കാണിച്ച മാസ് ചില്ലറയൊന്നുമല്ല. ഇല്ലായിരുന്നെങ്കിൽ പുറത്ത് പ്രേക്ഷകർ പറഞ്ഞേനെ ജാസ്മിൻ ഗബ്രി ഫേക്ക് ലവ് സ്ട്രാറ്റജി വെച്ച് കളിക്കുന്നുവെന്ന്. ജാസ്മിന്റെ ഗെയിമിനെ പ്രോപ്പർ ട്രാക്കിലേക്ക് കൊണ്ടുവരാനും റോക്കിയുമായിട്ടുള്ള ഈ ഒരു ചർച്ച ഒരുപാട് സഹായിക്കുമെന്നാണ് തോന്നുന്നത്. ഇതിനുശേഷം ഗബ്രിയുടെ അടുത്തേക്ക് ജാസ്മിൻ പോകുന്നില്ല. ഗബ്രിക്ക് മിണ്ടാട്ടമേ ഇല്ല. ഈ റോക്കിയുമായിട്ടിരുന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ്. ഗബ്രി മിണ്ടാതിരിക്കുന്നത് കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു. റോക്കിയുടെ അടുത്ത് ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അതേപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഞാനൊരു ഇന്റർകാസ്റ്റ് പരിപാടിക്ക് നിൽക്കില്ല എന്നിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞു. ഇപ്പോഴാണ് ജാസ്മിൻ അവിടെ ഈ ഒരു വിഷയത്തില് പക്ക പ്രോപ്പർ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കണ്ടത്. ഇതോടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന്. ഇതിലൊന്നും ഒരു ഗെയിം ഇല്ല എന്ന് മനസ്സിലാവും. ഗബ്രിയുടെ പുറത്തുള്ള ഇമേജിനെയും ജാസ്മിൻ രക്ഷിച്ചു ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിലൂടെ. രണ്ടുപേരുടെ ഇമേജിനെ രക്ഷിച്ചത് നമ്മുടെ റോക്കി ബോയ് തന്നെയാണ്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.